നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമാസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമാസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമാസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ മാസം 26-ാം തീയതി ഈ ശനിയാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യനാഥന്റെ ചുറ്റുമിരിക്കുമ്പോൾ ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ എന്ന രീതിയിൽ കുടുംബാംഗങ്ങളായ നമ്മളോട് ഈശോ സംസാരിക്കുകയാണ്.
ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ശിഷ്യന്മാർക്ക് എന്നതുപോലെ ഇന്ന് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതും ഈശോ സംസാരിക്കുന്നതും നമ്മോടാണ്. നമുക്കാണ് അതിനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ രണ്ട് സംഭവങ്ങളാണ് നമ്മൾ വായിച്ച സുവിശേഷത്തിലുള്ളത്. ഒന്ന്, ആഴ്ചയുടെ ആദ്യ ദിവസം എന്ന് എഴുതിയിരിക്കുന്നു. അത് ഈശോ ഉയർത്തെഴുന്നേറ്റ ആ ആഴ്ചയെക്കുറിച്ചുള്ള സൂചനയാണ്. അതിനുശേഷം അപ്പോൾ തോമാസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നു. അതിനുശേഷം 8 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഈസ്റ്റർ ഞായറിൻ്റെ 8-ാം ദിവസം, അതായത് നാളെ പുതുഞായറെന്ന് നമ്മൾ വിളിക്കുന്ന ആ ദിവസം ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും തോമസ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഈശോ തൻ്റെ കരങ്ങളിലെ മുറിവുകളും പാർശ്വത്തിലെ മുറിവും കാണിച്ചു കൊടുക്കുകയും നിന്റെ വിരൽ കൊണ്ടുവന്ന് ഇടുക, നീ എന്നെ തൊട്ടനുഭവിക്കുക എന്ന് പറഞ്ഞ തോമാസ് ലീഹായെ ക്ഷണിക്കുകയും ചെയ്യുന്ന ഭാഗമാണ്. പുതുഞായറാഴ്ചയാണ്. അതുപോലെ മലയാറ്റൂർ ദേവാലയത്തിലെ വലിയ തിരുനാൾ നടക്കുന്ന ദിവസമാണ്. നമുക്ക് ഇന്ന് വളരെ പ്രത്യേകമായി തോമാസ് ലീഹായുടെ പാരമ്പര്യം, വിശ്വാസ പാരമ്പര്യം നമ്മുടെ ഈ മലയാളക്കരയിൽ ലഭിച്ചതിനെ ഓർത്ത് ഈശോ ഉയർത്തെഴുന്നേറ്റ് ഈശോയുടെ ശിഷ്യന്മാർ സുവിശേഷവുമായി ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പോകാൻ തുടങ്ങിയ ആ നാളുകൾ മുതൽ തന്നെ നമുക്ക്, നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക്, നമ്മുടെ ഈ നാടിന് സുവിശേഷം കേൾക്കാൻ ഒരു ഭാഗ്യമുണ്ടായി എന്ന് ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത് എന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചിരിക്കുകയാണ്. യോഹന്നാൻ എഴുതുകയാണ്, ഞാൻ ഇതെല്ലാം എഴുതിയത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും. അതായത് കാലിത്തൊഴുത്തിൽ പിറന്നവനും കാൽവരിയിൽ മരിച്ചവനുമായ യേശു, അവൻ ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. പടയാളികളാൽ പരിഹസിക്കപ്പെട്ടവനും ഒരു കുരിശുമരത്തിൽ തൂക്കിക്കൊല്ലപ്പെട്ടവനുമായ ആ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. കുഴിമാടത്തിൽ അടക്കം ചെയ്യപ്പെട്ട ആ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. കുഴിമാടത്തെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. അതുകൊണ്ട് നീ ആ ദൈവപുത്രനിൽ വിശ്വസിച്ചാൽ നീ ഇന്നായിരിക്കുന്ന കുഴിമാടങ്ങൾ, അല്ലേ, നമ്മൾ ചില സമയത്ത് നമ്മുടെ ജീവിതം എവിടെ കിടക്കുന്നത് പോലെയാണ്, എവിടെ കിടക്കുന്ന പോലെയാണ്, കുഴിമാടത്തിൽ കിടക്കുന്നത് പോലെയാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കുഴിമാടത്തിൽ ഇതിൽ കൂടുതൽ സമാധാനം ഉണ്ടായാൽ. അപ്പോൾ വീട്ടിൽ കിടക്കുന്നതിനേക്കാളും നല്ലത് കുഴിമാടത്തിൽ കിടന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന ചില സാഹചര്യങ്ങൾ പോലും നമുക്കുണ്ടായെന്ന് വരാം. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ അകപ്പെടാവുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ആ പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ പാതാളമാണ് ഈ കുഴിമാടം എന്ന് പറയുന്നത്. ആ കുഴിമാടത്തെ പോലും തകർത്ത് പുറത്തേക്ക് വന്ന ഈശോ നമുക്ക് തരുന്നൊരു സന്ദേശമുണ്ട്. നീ എൻ്റെ കൂടെ നിന്നാൽ, നീ എൻ്റെ ഒപ്പം നിന്നാൽ, നീ എന്നോട് ചേർന്ന് നിന്നാൽ നിന്നെ കുഴിമാടത്തിന് പോലും അടക്കി നിർത്താൻ കഴിയുകയില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നീ എന്നിൽ വിശ്വസിച്ചാൽ, നീ എൻ്റെ ചങ്കായിട്ട് നീ നിന്നാൽ, നീ എന്നെ കാത്തിരുന്നാൽ നിനക്ക് സംലഭ്യമാകാൻ പോകുന്നത് ജീവനുണ്ടാകുക എന്ന് പറയുന്നൊരു റിസൾട്ടാണ്. ചില സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ജീവനുണ്ടോ എന്ന് നമുക്ക് തന്നെ സംശയമാണ്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു, അങ്ങനൊരു പാട്ടിൽ, അങ്ങനൊരു കവിതയുണ്ട്. ചത്തതുപോലെയാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ ജീവനുണ്ടാകുന്നത്? പണമുണ്ടാകുന്നത് കൊണ്ട് ജീവനുണ്ടാകുന്നില്ല.
ആരോഗ്യമുണ്ടാകുന്നത് കൊണ്ട് ജീവനുണ്ടാകുന്നില്ല. നിങ്ങൾ വിചാരിച്ചതുപോലെ വസ്തു ഇടപാട് നടന്നു, കടബാധ്യത മാറി, പൈസ കിട്ടി എന്ന് വിചാരിച്ച് ജീവനുണ്ടാകുകയില്ല. ജീവനുണ്ടാകണമെങ്കിൽ വചനം പറഞ്ഞു തരുന്ന ഒരേ ഒരു വഴിയാണ്, നീ കർത്താവ് ഈശോ മിശിഹായിൽ വിശ്വസിച്ച് ആ ഈശോയോട് നിന്റെ ഹൃദയത്തെ ചേർത്ത് വെച്ച് നീ ജീവിച്ചാൽ നിനക്ക് ജീവനുണ്ടാകും. നിനക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ലെങ്കിലും, സമ്പത്തില്ലെങ്കിലും, കുടുംബമില്ലെങ്കിലും, മക്കളില്ലെങ്കിലും, നീ ഒറ്റയ്ക്കാണെങ്കിലും നിനക്ക് ജീവനുണ്ടാകും. ഭാര്യയില്ലെങ്കിലും, ഭർത്താവില്ലെങ്കിലും, മാതാപിതാക്കളില്ലെങ്കിലും, സഹോദരരില്ലെങ്കിലും നിനക്ക് കർത്താവുണ്ടെങ്കിൽ നിനക്ക് ജീവനുണ്ടാകും എന്ന ഒരു വലിയ സുവിശേഷമാണ്, സദ്വാർത്തയാണ് ഈശോ ഇന്ന് ഈ രാത്രിയിൽ നമ്മോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് അനുതപിക്കാൻ ഒത്തിരിയേറെ മേഖലകളുണ്ട്. നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കാതെ ഈ ലോകത്തിന്റെ പലതിനും വേണ്ടി പരക്കം പായുകയും കർത്താവിന് സമയം കൊടുക്കാതെ ഈ ലോകത്തിന് വേണ്ടി സമയം കൊടുക്കുകയും ചെയ്ത് അവസാനം നമ്മുടെ ജീവിതം മരണതുല്യമായി മാറി. ഈശോ പറയുകയാണ്, മരണത്തിന്റെ താഴ്വരയിൽ വീണുകിടക്കുന്ന നിന്നെ ഇനി ജീവന്റെയും പ്രത്യാശയുടെയും സമൃദ്ധിയിലേക്ക് വളർത്താൻ എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നിന്നോട് ഇന്ന് ഈ രാത്രിയിൽ ഈ വചനം പ്രഘോഷിക്കപ്പെട്ടിരുത്. നീ ഓൺലൈനിൽ ഈ വചനം ഈ രാത്രി 9 മണി രാത്രിയിൽ നീ ഈ വചനം കേൾക്കാൻ കർത്താവ് ഇടവരുത്തിയത് നിന്നോട് ഈ കാര്യം പറയാൻ വേണ്ടിയാണ്. അത് ഇതാണ്, കുഞ്ഞേ, നീ എന്നോട് ചേർന്ന് നിന്നാൽ നിനക്ക് ജീവന്റെ സമൃദ്ധിയുണ്ടാകും. നിന്റെ കുഴിമാടങ്ങളെ നീ തകർത്തെറിയും. നിന്റെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചങ്ങലകൾ അത് അഴിഞ്ഞു വീഴും. നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോയോട് ചേർന്ന് നിൽക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായി സത്യസന്ധമായി നമുക്ക് അനുദപിക്കാം. ഈശോയ്ക്ക് കൊടുക്കാതെ പോയ സമയം, ഈശോയ്ക്ക് കൊടുക്കാതെ പോയ ജീവിതത്തിലെ 1-ാം സ്ഥാനം, ആരാധിക്കാൻ അവസരമുണ്ടായിട്ടും ആരാധിക്കാതിരുന്നത്, പ്രാർത്ഥിക്കാൻ സമയമുണ്ടായിരുന്നിട്ടും പ്രാർത്ഥിക്കാതിരുന്നത്, കർത്താവിൽ ആശ്രയിക്കാതെ ഈ ലോകത്തിലെ വ്യക്തികളിൽ, വസ്തുക്കളിൽ, നമ്മൾ തന്നെ ചെയ്യുന്ന ജോലികളിൽ, നമ്മുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയതിനെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈ വീക്കെൻഡിൽ, ഈ ശനിയാഴ്ച പ്രഭാതം മുതൽ ഈ സമയം വരെ, ഈ കഴിഞ്ഞ ഈസ്റ്റർ ഞായറാഴ്ച മുതൽ ഈ ശനിയാഴ്ച രാത്രി വരെ കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ ആത്മാർത്ഥമായി നമുക്ക് കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ട കാഴ്ചകളെ ഓർത്ത്, കേട്ട കേൾവികളെ ഓർത്ത്, എല്ലാറ്റിനും ഉപരി ഈ രാത്രിയിൽ ഈശോയുടെ തിരുസന്നിധിയിൽ ആയിരിക്കാൻ കഴിയുന്നതിനെ ഓർത്ത്, ഹല്ലേലൂയ, വചനം കേൾക്കാൻ കഴിഞ്ഞതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ കൂപ്പി നമ്മുടെ 7 നിയോഗങ്ങൾ ഈ രാത്രിയിൽ കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. വ്യക്തിപരമായ നിയോഗങ്ങൾ, കുടുംബത്തിൻ്റെതായിട്ടുള്ള പ്രാർത്ഥനകൾ, ബിസിനസിന്റെ മേഖലകളെ, സാമ്പത്തിക മേഖലകളെ, കുടുംബജീവിതത്തിന്റെ മേഖലകളെ, കുഞ്ഞുമക്കളുടെ ആരോഗ്യത്തെ, പഠനത്തെ,
പരീക്ഷകളെ, ജോലിയെ, വിവാഹത്തെ, വയോധികരായിട്ടുള്ളവരെ, ഭവനങ്ങളിൽ നിന്ന് അകന്ന് വിദേശങ്ങളിലും അന്യസംസ്ഥാനങ്ങളിലും ജോലിക്കായി, പഠിക്കാനായി ഒക്കെ പോയിട്ടുള്ളവര്, സമീപസ്ഥരും വിദൂരസ്ഥരും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവര്, വിദേശങ്ങളിൽ പോയിട്ട് ജോലി ലഭിക്കാതെ വിഷമിക്കുന്നവര്, PR ലഭിക്കാതെ പ്രയാസപ്പെടുന്നവര്, വർക്ക് പെർമിറ്റ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവര്, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവർ, ക്യാൻസറിന് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ, റേഡിയേഷനും കീമോയിലൂടെയൊക്കെ കടന്നു പോകുന്നവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, രാത്രിയിൽ പട്ടിണി കിടക്കുന്നവർ, ധരിക്കാൻ വസ്ത്രമോ താമസിക്കാൻ ഭവനമോ ഇല്ലാതെ ക്ലേശിക്കുന്നവർ, എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ ഒഴുകിയിറങ്ങട്ടെ. ഈശോയുടെ അഭിഷേകം നിന്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് ഈശോയെ ആരാധിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്, തന്നിൽ വിശ്വസിക്കുന്നവരും മരണത്തെ തോൽപ്പിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് വചനത്തിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുള്ളവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്,